ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്തൊരുങ്ങിയിരിക്കുന്നു. ആവശ്യങ്ങൾ ഏതുമാകട്ടെ, ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട. എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം, അതും മിതമായ നിരക്കിൽ. ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം. ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു. ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയൂ. ഡെയിലി ടേബിൾ, മേപ്പാടം, ചേലക്കര. പാഞ്ഞാൾ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കുടിവെള്ളം ലഭിക്കാത്തതിലും വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കാത്തതിലും പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. അധികൃതർ വിഷയങ്ങളിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ കിള്ളിമംഗലം വാളനാത്തുകുന്ന് മുതൽ ഓമഞ്ചിക്കുളം ചിറങ്കോണം വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കിള്ളിമംഗലം നിവാസികൾ രംഗത്ത് വന്നിരിക്കുന്നത്. പലതവണ ഈ വിഷയങ്ങൾ ജനപ്രതിനിധികളെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും അറിയിച്ചെങ്കിലും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചതെന്ന് ആരോപണമുയരുന്നു. എൻ്റെ അമ്മ വയസ്സായതാണ്. അമ്മയ്ക്ക് വയ്യാതെയായ ഒരു വണ്ടി വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഭയങ്കര പ്രശ്ന റോഡും കാര്യങ്ങളും, കുട്ടികൾക്കൊക്കെ സ്കൂൾ പോകാനും. പിന്നെ ഇവിടെ കുടിവെള്ളം ഭയങ്കര പ്രശ്നമാണ്. ആ ടാങ്ക് കെട്ടിയത് എല്ലാവർക്കും വീട്ടുകൾക്ക് കുടിവെള്ളം എത്തിക്കേണ്ടത് നിർബന്ധമാണ്. എത്രയും വേഗം തങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നും റോഡ് പുനർനിർമ്മിച്ച് യാത്രായോഗ്യമാക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിക്കുക. ഞങ്ങളുടെ വഴി നേരേക്ക് കിട്ടിയില്ലെങ്കിൽ ഓട്ടി വെച്ച ആരും ഇങ്ങോട്ട് വരണം. അല്ലാണ്ട് പിന്നെ ഇപ്പം എന്തിനാ നമ്മളൊരു ഭരണാധികാരിയെ ജയിപ്പിച്ചു വിട്ട് അവർ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യണ്ടേ? ഒരു മഴ വന്നപ്പോൾ എന്തായി? പെയിന്റ് ഒന്നും ഇല്ല, പോയി കല്ല് മാത്രമേ ഉള്ളൂ. ഒരു വണ്ടി അതോടുകൂടി വരാണ്ടിയായി. മെമ്പറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മെമ്പർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ചേച്ചി ഇത് ഞങ്ങളുടെ കാര്യമല്ല, അവരാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്, ജലജീവൻ മിഷൻ്റെ. അതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് ഒറ്റക്കെട്ടായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ശരിയാവുമെന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ അതിന് ശേഷം ഗ്രാമസഭയ്ക്കൊന്നും പോകാറില്ല കേട്ടോ. ഒന്നാമത്തെ സമയമില്ല, രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വഴി സൗകര്യം കൂടി ഇല്ലാണ്ട് നമ്മളെന്തിനാ വെറുതെ അവിടെ പോയിരിക്കണേ? നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ ഇത് കാര്യമല്ലേ. ഒരു മഴ വന്നാൽ ദേന വരണം, നടക്കാൻ പറ്റില്ല. ഈ വഴി കൂടെ നടന്നു നോക്കണം. വണ്ടിക്കാർ, ഞാനവിടെ എത്ര വണ്ടിക്കാർ ഇവിടെ വന്ന് വീഴുന്നുണ്ട്. എൻ്റെ വീടല്ലേ ഈ സമീപത്ത്. ഞാനാണ് ഫോൺ ചെയ്ത് ഇവരെ ഓരോരുത്തരും വിളിച്ചു വരുത്തി, അനിലിനെ ഇവരൊക്കെ വിളിച്ചു വരുത്തി അവർ പിടിക്കലും നീപ്പിക്കലും കൊണ്ടുവെക്കൊക്കെ. KC സുരേഷ്, ശശി മണ്ഡല, ഗംഗാധരൻ, ബേബി, നാരായണൻകുട്ടി, ഓമന, മുരളി, രാധ, ഉണ്ണികൃഷ്ണൻ, രാജൻ, സതീഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രാവശ്യം പറഞ്ഞ ആദ്യത്തെ പ്രശ്നം ഉണ്ടായി. സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തപ്പോൾ ജലജീവൻ്റെ ആൾക്കാർ, കോൺട്രാക്ടർ അതിനാളെ നിർത്തിയിട്ട് കുറച്ച് മണ്ണ് അവിടെ, കുറച്ച് മെറ്റൽ ഇവിടെ നോക്കിയിട്ട് അത് അവരൊപ്പം അന്നേരത്തെ മഴ പെയ്യും. പിറ്റേ ദിവസം എന്തെങ്കിലും ചെയ്യും, പിറ്റേ ദിവസം മഴ പെയ്യും. അങ്ങനെതായിട്ട് പോയിട്ട് ഈ റോഡ് ഇപ്പോൾ അടുത്ത് പരിചയമുള്ള ഓട്ടോറിക്ഷ വണ്ടിക്കാർ വരെ, ഇപ്പോൾ മണലാടി ചിറങ്കോണം കിള്ളിമംഗലം ഇവിടെ അടുത്ത് വരുന്നത്, പരിചയമുള്ളവർ വരെ വരുന്നില്ല. കാരണം നമ്മളൊരു വണ്ടി വിളിക്കാൻ നിൽക്കുമ്പോൾ അവർ മാറി നിൽക്കണം. അടുത്ത പരിചയമുള്ള കാരണം അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ യാദൃശ്യമായിട്ട് വരുന്നവർ വീണ്ടും. ഇത് മാത്രമല്ലാണ്ട് ഇവിടെ ഒരു പമ്പുണ്ട്. ഈ പമ്പ് അധികം വരുന്നവർ ഇവിടെ വന്നപ്പോൾ അവർ വിടുക. അതുകൊണ്ട് അപ്പോൾ റോഡിൻ്റെ സ്ഥിതി വളരെ ശോചനീയമാണ്. പിന്നെ ഒരു കുടിവെള്ളം 7 വർഷത്തോളമായി കിണർ കുത്തിയിട്ട്, 4 വർഷമായി ടാങ്ക് വെച്ചിട്ട്, 1.5 വർഷമായി മോട്ടോർ വരെ കിട്ടിയിട്ട് ഇതേവരെ എനിക്കിതില്ല. റോഡ് കീറിയിട്ടിട്ടുണ്ട്. ആ കീറിയിട്ട റോഡ് ഒരു 15 ദിവസക്കാലം നടക്കാൻ പറ്റാണ്ടായി. കാരണം പൈപ്പ് ഇടാൻ പറ്റില്ല, കല്ല് പൊട്ടിയില്ല. എന്നിട്ട് അവിടെ ഒരു വെയ്യാണ്ട് അവർ കസേരയിലെടുത്ത് കൊണ്ടു. അതൊക്കെ ചാനലിൽ എടുത്തിട്ടുള്ളതാണ്, പഞ്ചായത്തിലൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അവർ അവസാനം വിളിച്ച് അവർ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് കുറേ അധികം പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഇപ്പോഴത്തേത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞാൽ മഴക്കാലമാവും. മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തുള്ളവർക്ക് എങ്കിലും പോകാൻ പറ്റില്ല. ഒരു ആസ്പത്രി കേസ് ഒന്നുമില്ല. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ്. ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം. പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം. ചേലക്കര. ഫോൺ 7510993366. കുന്നംകുളം. ഫോൺ 9847134875.